BTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാണ്ടിക്കാട് FHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിനി കരീമാണ്. നമ്മുടെ വേനൽച്ചൂട് ഓരോ ദിവസം കൂടുന്തോറും അധികമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും നമ്മളിപ്പോൾ അനുഭവപ്പെടുന്ന ചൂട് എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസിനേക്കാളും അധികമാണ്. ഈ സൺലൈറ്റിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ അത് നമ്മളുടെ പല ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന പല ഹീറ്റ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ അഥവാ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഫ്ലൂയിഡ് അധികമായി നഷ്ടപ്പെട്ടു പോവുക. ഇത് ഓരോരുത്തർക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത് പല സിംറ്റംസ് ആയിട്ടായിരിക്കും. ചിലർക്ക് അധികമായി വിയർക്കലുണ്ടാവും, ചിലർക്ക് തലകറക്കം, ഛർദി, ഇങ്ങനെയാണ് നമ്മൾ ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് കോംപ്ലിക്കേഷൻസും നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ദാഹമില്ലെങ്കിലും നമ്മൾ അധികമായിട്ട് വെള്ളം കുടിക്കുക. ചായ, കാപ്പി, അതുപോലെ കാർബണേറ്റഡുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ കരിക്കും വെള്ളം, നാരങ്ങ വെള്ളം, ORS, സംഭാരം അങ്ങനെയുള്ള പാനീയങ്ങൾ നമ്മൾ അധികമായി കുടിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന നാരടങ്ങിയ ഭക്ഷണം, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതെല്ലാം അധികമാക്കുക. അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഇളം നിറത്തിലുള്ള വസ്ത്രമായിരിക്കണം. അതുപോലെ തന്നെ കോട്ടൺ ഡ്രസ്സസ്, ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സസ് ധരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇതെല്ലാം ഹീറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറക്കാൻ സഹായിക്കും. മാക്സിമം പുറത്തിറങ്ങുന്നത് അവോയ്ഡ് ചെയ്യുക. അതായത് അധികമായി ചൂടുള്ള രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത്, ആ സമയത്ത് നമുക്ക് വരുന്ന സൺലൈറ്റിൽ കൂടുതലായിട്ട് അൾട്രാവയലറ്റ് രശ്മികൾ ഉണ്ടാവും. കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങുന്നത് കുറക്കുക. ഈ പുറത്തിറങ്ങേണ്ടി വന്നാൽ തന്നെ നമ്മൾ അതിനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ്, അതായത് സൺ ഗ്ലാസസ്, ഗ്ലൗസ്, പിന്നെ കാലിൽ ചപ്പൽസ് ഇതെല്ലാം വിയർ ചെയ്യുക, കുട എടുക്കുക, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ പോപ്പുലേഷനിൽ ഒരു പെർസെൻറ്റേജ് ആൾക്കാർ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി കുറവുള്ള, പ്രതിരോധ ശക്തി കുറവുള്ള ആൾക്കാരാണ്. അതായത് ചെറിയ കുട്ടികൾ, പ്രായമുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഒന്നിലധികം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസുള്ള ആൾക്കാർ, ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളുള്ള ആൾക്കാർ, പ്രഗ്നൻ്റ് ആയ ലേഡീസ്, ഇവർക്കെല്ലാം ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് പെട്ടെന്ന് വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇനി എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അത് മൈനർ ആയിക്കോട്ടെ മേജർ ആയിക്കോട്ടെ, നമ്മൾ സ്വയം ചികിത്സിക്കുന്ന പകരം നമ്മൾ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അപ്രോപ്രിയറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കാരണം ഒരു ചൂട് കാരണമുള്ള നമ്മുടെ ആരോഗ്യ പ്രശ്നം അത് നമ്മൾ മാനേജ് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. താങ്ക് യു.